എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം ഗദ്യപാരായണം 30-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ചത് ഹനുമാൻ ദിവ്യൌഷധം തേടിയിട്ട് ഇഷഭാദ്രിയിലേക്ക് പോയതാണ്. ആ വഴിക്ക് കാലനേമി എന്ന അസുരനെ വധിച്ചു. അതിനുശേഷം അവിടെ ചെന്നപ്പോൾ ഇഷഭാദ്രിയിൽ ചെന്നപ്പോൾ അവിടെ ഔഷധങ്ങളൊന്നും അല്ലെങ്കിൽ ഏതാണ് എന്ന് ഹനുമാൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടുകൂടി ആ പർവ്വതം തന്നെ എടുത്തു കൊണ്ടുവന്നിട്ട് ലക്ഷ്മണനെയും മറ്റും വാനരന്മാരൊക്കെ ജീവിപ്പിച്ചു. തിരിച്ച് അതേപടി ആ പർവ്വതത്തിനെ തിരിച്ചു കൊണ്ടുപോയി വെച്ച ഭാഗമാണ് വായിച്ചത്. ഇന്നിനി നമ്മൾ വായിക്കുന്നത് മേഘനാഥ വധാണ്. തുടർന്ന് ഹരിശ്രീ ഗണപതി നമസ്തേ. മേഘനാഥവധം. രാമലക്ഷ്മണന്മാരും കവിശ്രേഷ്ഠന്മാരും ശോകമെല്ലാം വെടിഞ്ഞ് സന്തുഷ്ടരായിരിക്കുന്ന വേളയിൽ സുഗ്രീവനും അംഗദനും കൂടി വാനരന്മാരോട് പറഞ്ഞു, ഇനി ആരും പുറത്തു നിൽക്കേണ്ട. എല്ലാ വാനരന്മാരും ലങ്കാപുരിയുടെ മതിലുകളെല്ലാം പൊളിച്ച് അകത്തു കടക്കണം. വസതികളിലെല്ലാം തീ വയ്ക്കണം. ഉദ്യാനങ്ങളിലുള്ള വൃക്ഷങ്ങളെല്ലാം വെട്ടി നിരത്തണം. ഗോപുരവരി വരെയുള്ള കിടങ്ങുകളും കിണറുകളും തടാകങ്ങളും ഒക്കെ നികത്തണം. മിക്ക രാക്ഷസന്മാരും ഒടുങ്ങിയെങ്കിലും ഉൾക്കരുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീ വയ്ക്കുമ്പോൾ ചൂട് സഹിക്കാനാവാതെ പുറത്തു വരും. ആ സമയത്ത് അവരെ കാലപുരിക്കയക്കണം. ഇത് കേട്ട വാനരന്മാർ വസതികൾക്കു തീ വയ്ക്കാൻ തുടങ്ങി. മണിമാളികകളും ഗോപുരങ്ങളും രമ്യഹർമ്മ്യങ്ങളും ആയുധശാലകളും ആഭരണശാലകളും കുളിപ്പുരകളും ആനകളും കുതിരകളും തേരുകളും വെന്തു വീണു. സ്വർഗലോകം വരെ എത്തത്തക്ക വിധത്തിൽ തീ ആളിപ്പടർന്നു. ഹനുമാൻ ദഹിപ്പിച്ചതിനേക്കാൾ നന്നായി പുനർനിർമ്മിച്ച ലങ്കാപുരമാകെ വെന്തു വെണ്ണീറായി. ശരീരമാകെ തീ പിടിച്ച് രാക്ഷസികൾ തെരുതരെ വീണു മരിച്ചു. ശ്രീരാമൻ കൂർത്ത ശരങ്ങളെയ്തു. ഇന്ദ്രജിത്ത് ജയിച്ചത് വളരെ അത്ഭുതകരമാണെന്ന് പലരും പറയുന്നതും രാക്ഷസന്മാരുടെ നിലവിളിയും രാക്ഷസികളുടെ വിലാപവും ആനകളുടെ അലറലും വാനരന്മാരുടെ അലർച്ചയും ശ്രീരാമൻ്റെ ഞാണൊലിയും കുതിരകളുടെ ധീരത കലർന്ന ശബ്ദവും അവിടമാകെ മുഴങ്ങി. രാവണൻ ആകെ ചിന്താകുലനായി. രാവണൻ കുംഭകർണൻ്റെ മൂത്തപുത്രനായ കുംഭനോട് യുദ്ധത്തിനായി പോകാൻ പറഞ്ഞു. അപ്പോൾ കുംഭനോടൊപ്പം അനുജനായ നികുംഭനും യുദ്ധത്തിനായി മുന്നിട്ടിറങ്ങി. കമ്പനൻ, പ്രജംഘൻ, യുഭാക്ഷൻ, ശോണിതാക്ഷൻ എന്നിവരോടും വൻ പടയോടുമൊപ്പം നികുംഭന്മാർ യുദ്ധത്തിനായി എത്തിയപ്പോൾ വാനരന്മാർ ഉത്സാഹത്തോടെ അവരോട് ഏറ്റുമുട്ടി. രാത്രിയിൽ ആർത്തു വിളിച്ചുകൊണ്ട് പോരിനിറങ്ങിയ രാക്ഷസന്മാർ തെരുതരെ ചാകാൻ തുടങ്ങി. കൂർത്ത ശരങ്ങളേറ്റ് ശരീരം മുറിഞ്ഞ് വാനരന്മാരും നിലത്തു വീഴാൻ തുടങ്ങി. ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും കടിച്ചും പൊടിച്ചും പരസ്പരം ചീറിയെടുത്തും മരങ്ങൾ പിഴുതെടുത്തും തോറ്റുപോകരുതെന്ന് പറഞ്ഞു ജീവത്യാഗം ചെയ്തും വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ശക്തമായി പോരാടി. 4-5 നാഴിക യുദ്ധം ചെയ്തപ്പോൾ പൊരുതിയ രാക്ഷസന്മാരെല്ലാം കാലഗതി പ്രാപിച്ചു. അപ്പോൾ കമ്പനൻ എന്ന രാക്ഷസൻ മുന്നിലെത്തി. അവൻ്റെ ശരങ്ങളേറ്റ് വാനരന്മാർ പേടിച്ചോടി. അതുകൊണ്ട് ക്രുദ്ധനായ അംഗദൻ കമ്പനെ വധിച്ചു. അതേ തുടർന്ന് പ്രജംഘൻ, യുഭാക്ഷൻ, ശോണിതനേത്രൻ എന്നിവർ കോപത്തോടെ അടുത്തു വരുന്നത് കണ്ട് അംഗദൻ അവരോട് ഏറ്റുമുട്ടി. 3 രാക്ഷസന്മാരോടും പൊരുതിയതിനാൽ അംഗദൻ വളരെ ക്ഷീണിതനായി. അപ്പോൾ മൈന്ദനും വിവിധനും കൂടി അംഗദൻ്റെ സഹായത്തിനായി എത്തി. പ്രജംഘനെ അംഗദനും ശോണിതനേത്രനെ വിവിധനും യുഭാക്ഷനെ മൈന്ദനും കൊന്നുവീഴ്ത്തി. ഈ 4 രാക്ഷസന്മാരുടെയും മരണത്തെ തുടർന്ന് കുംഭൻ യുദ്ധമുന്നണിയിലേക്ക് വന്ന് ശരവർഷം ആരംഭിച്ചു. വമ്പന്മാരായ വാനരന്മാർ പേടിച്ചോടി. സുഗ്രീവൻ കുംഭൻ്റെ തേരിൽ ചാടിക്കയറി അവൻ്റെ വില്ല് തകർത്തെറിഞ്ഞു. തുടർന്ന് മുഷ്ടിയുദ്ധത്തിനിടയിൽ സുഗ്രീവൻ കുംഭനെ സമുദ്രത്തിലേക്ക് എടുത്തെറിഞ്ഞു. സമുദ്രത്തെയും കലക്കി മറിച്ചുകൊണ്ട് കുംഭൻ കയറി വരുന്നത് കണ്ട് കോപാകുലനായ സുഗ്രീവൻ അവന് കാലപുരിക്കയച്ചു. സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠനെ വധിച്ചത് കണ്ട് അത്യുഗ്രനായ നികുംഭൻ ഇരുമ്പുലക്കയും കൊണ്ട് സംഹാരരുദ്രനെ പോലെ സിംഹനാദം പുറപ്പെടുവിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വന്നു. സുഗ്രീവനെ പിന്നിലേക്ക് മാറ്റിയിട്ട് ഹനുമാൻ നികുംഭനോട് ഏറ്റുമുട്ടി. നികുംഭൻ തൻ്റെ പരിഘം കൊണ്ട് ഹനുമാൻ്റെ മാറിലടിച്ചു. അപ്പോൾ ആ പരിഘം തവിട് പൊടിയായി. ക്രുദ്ധനായ ഹനുമാൻ നികുംഭൻ്റെ ശിരസിനെ പറിച്ചെറിഞ്ഞു. ഇത് കണ്ട് ശേഷി അവരോടടുത്തു. ലങ്കയിൽ കടന്ന് വാതിലുകൾ അടച്ചിട്ട് രാക്ഷസന്മാർ പോയി രാവണൻ്റെ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. കുംഭനും മറ്റുള്ളവരും മരിച്ചതറിഞ്ഞ്
രാവണൻ ഭയഭീതിതനായി. രാവണൻ ഖരൻ്റെ പുത്രനായ മകരാക്ഷനോട് പറഞ്ഞു, നീ ചെന്ന് രാമാദികളെ ജയിച്ചിട്ട് വരൂ. ഉടൻ തന്നെ മകരാക്ഷൻ സൈന്യസമേതം യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. മകരാക്ഷൻ സർപ്പതുല്യങ്ങളായ ശരങ്ങളെ അഗ്നിജ്വാല കണക്കെ വർഷിച്ചു. അത് തടുക്കാൻ കഴിയാതെ ഭയഭീതരായ വാനരന്മാർ രാമപാദങ്ങളിൽ അഭയം തേടി. ശ്രീരാമൻ വില്ലും കുഴിയെ കുലച്ചുകൊണ്ട് മകരാക്ഷനു നേർക്ക് ബാണങ്ങൾ തൂക്കി. അതിനൊപ്പം തന്നെ മകരാക്ഷനും അസ്ത്രങ്ങൾ വർഷിച്ചപ്പോൾ രാമൻ്റെ ശരീരത്തിലും മുറിവുകൾ പറ്റി. ഒപ്പത്തിനൊപ്പം പൊരുതു നിന്ന മകരാക്ഷൻ തളർന്നു തുടങ്ങി. ആ സമയത്ത് ശ്രീരാമൻ അവൻ്റെ തേരും കൊടിയും കുതിരയും ചാപവും നശിപ്പിച്ചു. അവൻ്റെ തേരാളിയെയും വധിച്ചു. മകരാക്ഷൻ ശൂലവും എടുത്തുകൊണ്ട് ചാടിയിറങ്ങി ശ്രീരാമൻ്റെ നേർക്കടുത്തു. അപ്പോൾ ശ്രീരാമൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അവൻ്റെ കഴുത്ത് ഛേദിച്ച് ദേവന്മാരുടെ ആപത്ത് ഒഴിവാക്കി. ഇക്കാര്യമറിഞ്ഞെത്തിയ ഇന്ദ്രജിത്ത് എല്ലാവരെയും പോർക്കളത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ ശേഷം രാവണനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. രാവണൻ 11 ലോകങ്ങളും നടുങ്ങുമാറുള്ള ഘോഷത്തോടെ പരിചാരകന്മാരോടൊപ്പം യുദ്ധത്തിനായി പുറപ്പെട്ടു. അതുകൊണ്ട് മേഘനാഥൻ രാവണൻ്റെ പാദങ്ങളെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അടിയൻ ഇപ്പോൾ ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ച് അങ്ങയുടെ മനോസുഖം പേർക്കുന്നുണ്ട്. അടിയൻ ഇപ്പോൾ ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ച് അങ്ങയുടെ മനോദുഃഖം പോക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങ് സങ്കടപ്പെടേണ്ട. അന്തഃപുരത്തിൽ പോയി സുഖമായി ഇരുന്നുള്ളൂ. ഇപ്രകാരം പറഞ്ഞ് പിതാവിനെ വന്ദിച്ച ശേഷം ഇന്ദ്രജിത്ത് യുദ്ധത്തിനായി പുറപ്പെട്ടു. ഇന്ദ്രജിത്തിൻ്റെ പുറപ്പാട് കണ്ട് ലക്ഷ്മണൻ ശ്രീരാമനോട് ഉണർത്തിച്ചു, രാവണപുത്രനായ ഇന്ദ്രജിത്ത് നിത്യവും മറഞ്ഞു നിന്ന് നമ്മളെയും വാനരന്മാരെയും അസ്ത്രങ്ങളെയ്ത് അന്ത്യം വരുത്തുന്നത് എത്ര നാൾ സഹിക്കാൻ കഴിയും? ബ്രഹ്മാസ്ത്രമെയ്ത് രാക്ഷസ വംശത്തിനാകെ ഉന്മൂലനാശം ഉടൻ വരുത്തുക. ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അരുൾ ചെയ്തു, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവർ, ആയുധമില്ലാത്തവർ, നേർക്കുനേർ പോരാടാത്തവർ, ഭയം പൂണ്ട് പാദത്തിൽ വീഴുന്നവർ എന്നിവരുടെ നേർക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാപമുണ്ടാകും. ഞാൻ ഇവനോട് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ വിഷമിക്കാതെ കണ്ടു നിന്നാൽ മതി. ഇത്രയും പറഞ്ഞിട്ട് ശ്രീരാമൻ വില്ലും കുലച്ച് യുദ്ധത്തിന് തയ്യാറായി. ഇത് കണ്ട് ഇന്ദ്രജിത്ത് പെട്ടെന്ന് ആലോചിച്ചിട്ട് ലങ്കയിൽ ചെന്ന് മായാസീതയെയും തേരിൽ വെച്ചിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തു വന്നു. തേരിൽ മായാസീതയെ കണ്ട ഹനുമാനും മറ്റു വാനരന്മാരും ദുഃഖിതരായി. വാനരശ്രേഷ്ഠന്മാരെല്ലാവരും കാണുക ഇന്ദ്രജിത്ത് മായാസീതയെ നിർഭയം വെട്ടി. അയ്യോ പ്രഭോ, രാമ രാമ എന്ന് സീതാദേവി വാവിട്ട് കരയാൻ തുടങ്ങി. ചോരമണ്ണിൽ പരന്നൊഴുകുന്നത് കണ്ട ഹനുമാൻ അത് സീതാദേവിയാണെന്ന് കരുതി. നാം ഇനി യുദ്ധം ചെയ്തിട്ട് എന്ത് കാര്യം? ഇതിൽ പരം ആപത്ത് ഇനി എന്തു വരാനാണ്? നമുക്കിനി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാം. വാനരന്മാരെ സീതാദേവി വധിക്കപ്പെട്ടത് നമുക്ക് ശ്രീരാമചന്ദ്രനെ അറിയിക്കാം എന്നു പറഞ്ഞുകൊണ്ട് ഹനുമാൻ മറ്റു വാനരന്മാരെയും കൂട്ടി ശ്രീരാമ സന്നിധിയിലെത്തി. ശോകാതുരനായ ഹനുമാൻ മറ്റു വാനരന്മാരെയും പിന്തിരിപ്പിച്ച് തൻ്റെ സമീപത്തേക്ക് വരുന്നത് കണ്ട ശ്രീരാമൻ ദുഃഖത്തോടെ ജാമ്പവാനോട് പറഞ്ഞു, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാത്ത ഹനുമാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്താണ് കാരണം? ബ്രഹ്മപുത്ര, നീ കൂടി വേഗം അങ്ങോട്ട് ചെല്ലൂ, ഒട്ടും വൈകരുത്. ഇത് കേട്ട് ജാമ്പവാൻ വാനര ശ്രേഷ്ഠന്മാരോടൊപ്പം ചെന്ന് ഹനുമാനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു വന്നത്? അങ്ങോട്ട് തന്നെ പോയാലും. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ പേടിച്ചു പിൻവാങ്ങിയതല്ല. ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അത് ശ്രീരാമചന്ദ്രനോട് ഉണർത്തിക്കണം. അതുകൊണ്ട് നീയും ഇങ്ങോട്ട് പോന്നോളൂ. ഹനുമാൻ ജാമ്പവാനോടും മറ്റു വാനന്മാരോടുമൊപ്പം ശ്രീരാമൻ്റെ സവിധത്തിലെത്തി സീതാദേവിയുടെ മരണവൃത്താന്തം തൊഴുതുണർത്തിച്ച് ആ വാർത്ത കേട്ട് ശ്രീരാമൻ മോഹാലസ്യപ്പെട്ടു വീണു. അന്നേരം ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ശിരസ് മടിയിലേക്ക് എടുത്തു വെച്ച് തലോടി. ശ്രീരാമൻ്റെ പാദങ്ങൾ ഹനുമാൻ തൻ്റെ മണിത്തട്ടിലെടുത്തു. ഇത് വെച്ച് വാനന്മാരെല്ലാം നിശ്ചേഷ്ടരായി. ലക്ഷ്മണൻ എല്ലാവരോടും ആശ്വാസവാക്കുകൾ പറഞ്ഞു. അന്നേരം അവിടെ എന്തു സംഭവിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് വിഭീഷണൻ അവിടേക്ക് വന്നു. ലക്ഷ്മണൻ ഹനുമാൻ പറഞ്ഞ വൃത്താന്തങ്ങളെല്ലാം വിഭീഷണനെ അറിയിച്ചു. ഇത് കേട്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, ഈ കുരങ്ങന്മാർ എന്തറിഞ്ഞിരിക്കുന്നു? ലോകേശ്വരിയായ ദേവിയെ വധിക്കുവാൻ ഈ ത്രിലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? മായാവിയായ മേഘനാഥൻ എന്തിനാണ് ഈ ചെയ്തതെന്ന് കേട്ടുകൊള്ളൂ.
വാനരന്മാരുടെ ഉപദ്രവം കൂടാതെ നുകുംഭിലയിൽ ചെന്ന് ഹോമം കഴിക്കുന്നതിനു വേണ്ടിയാണ് അവരിത് ചെയ്തത്. അവൻ നടത്തുന്ന ഹോമം മുടക്കണം, അല്ലെങ്കിൽ അവന് ഒരു നാളും ആർക്കും വധിക്കാൻ കഴിയില്ല. രാഘവ സ്വാമിൻ, അങ്ങ് വ്യാകുലപ്പെടാതെ എഴുന്നേറ്റാലും ലക്ഷ്മണനെയും അടിയനും വാനര വീരന്മാരും ഉടനെ പോകേണ്ടതുണ്ട്. ഇനി ഒട്ടും വൈകാതെ അങ്ങ് ഞങ്ങളെ യാത്ര അയക്കണം. വിഭീഷണൻ പറഞ്ഞത് കേട്ട് ആലസ്യത്തിൽ നിന്നുണർന്ന ശ്രീരാമൻ അവർക്ക് പോകാൻ അനുവാദം നൽകി. എല്ലാ വൃത്താന്തങ്ങളും മനസ്സിലാക്കിയപ്പോൾ കൃതാർത്ഥനായി തീർന്ന ശ്രീരാമൻ ലക്ഷ്മണനെയും വിഭീഷണനെയും മറ്റു വാനരന്മാരെയും ഇന്ദ്രജിത്തിനെ വധിച്ചു വരാൻ അനുഗ്രഹിച്ചു. ലക്ഷ്മണനോടൊപ്പം മഹാവാനര സൈന്യവും വിഭീഷണനും പുറപ്പെട്ടു. മൈന്ദൻ, വിവിധൻ, സുഷേണൻ, നളൻ, നീലൻ, കേസരി, താരൻ, ശൂരൻ, ഋഷഭൻ, ശതഭൻ, ശരഭൻ, വിനതൻ, വീരൻ, പ്രമാധി, പദമലി, ജാമ്പവാൻ, ഹനുമാൻ, വിശാലൻ, ജ്യോതിർമുഖൻ, സുമുഖൻ, ബലിപുങ്കവൻ, ശ്വേതൻ, ദതിമുഖൻ, അഗ്നിമുഖൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, മേഘദൂതൻ, ധൂമ്രൻ തുടങ്ങിയ വീരന്മാരായ വാനരന്മാർ ലക്ഷ്മണനോടൊപ്പം വിഭീഷണനോടുമൊപ്പം നികുംഭിലയുടെ അകത്ത് പ്രവേശിച്ചു. ഇന്ദ്രജിത്ത് രാക്ഷസന്മാരെ ചുറ്റും കാവൽ നിർത്തിയിട്ട് ഹോമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വാനരന്മാർ കല്ലും മരവും പർവ്വതവും എല്ലാം എടുത്തുകൊണ്ട് രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി. ഏറുകൊണ്ട് രാക്ഷസന്മാർ വീഴുവാൻ തുടങ്ങി. ഈ വാനരന്മാരെ ഇവിടെ നിന്നും ഒഴിക്കാതെ ഹോമം പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് വില്ലും ശരങ്ങളും എടുത്ത് പോരിനായി ഇറങ്ങി. മുന്നിലേക്ക് അതിവേഗത്തോടെ അടുക്കുന്ന ഹനുമാനെ തടുത്തു നിർത്തിയിട്ട് ഇന്ദ്രജിത്ത് നികുംഭിലയിലെ ആൽത്തറയിൽ കയറി നിന്നു. ഇതുകൊണ്ട് വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഇവൻ ഹോമം പൂർത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവൻ പുറത്തു വരുമായിരുന്നില്ല. ഹനുമാനോട് കോപിച്ച് അവൻ നേരിട്ട് വന്നത് ഭവാൻ കണ്ടില്ലേ? ഇവൻ്റെ മരണസമയം അടുത്തിരിക്കുന്നു. ഇനി ഒട്ടും വൈകാതെ യുദ്ധം തുടങ്ങുക. വിഭീഷണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ലക്ഷ്മണന്റെ അസ്ത്രങ്ങളെ തടുത്തുകൊണ്ട് ഇന്ദ്രജിത്തും അസ്ത്രങ്ങൾ വർഷിച്ചു. അന്നേരം ഹനുമാൻ ലക്ഷ്മണനെ സന്തോഷപൂർവ്വം തൻ്റെ തോളിലെടുത്തു. ലക്ഷ്മണന്റെ സമീപത്ത് വിഭീഷണനെ കണ്ട ഇന്ദ്രജിത്ത് പറഞ്ഞു, രാക്ഷസ ജാതിയിൽ പിറന്ന നീ എൻ്റെ അച്ഛൻ്റെ അനുജനാണല്ലോ. പുത്രന്മാരെയും സുഹൃത്തുക്കളെയും വംശത്തെ തന്നെയും നശിപ്പിക്കുന്നതിനായി ശത്രുക്കളുടെ ഭൃത്യനായി ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്നതോർത്താൽ നല്ലതെന്നേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. സ്വന്തം കുലത്തിന് നാശം വരുത്തുന്ന ജനങ്ങൾക്ക് ഒരു ഗതിയും ലഭിക്കുകയില്ല. സന്താനങ്ങൾ വഴി സ്വർഗപ്രാപ്തി നേടാൻ കഴിയുമെന്നാണ് ബന്ധുജനങ്ങളുടെ അഭിപ്രായം. ജ്ഞാനിയായ നീ വംശത്തെ നശിപ്പിക്കുന്നതിനായി ഇത്രയും താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നത് അത്ഭുതം തന്നെ. ഇത് കേട്ട് വിഭീഷണൻ പറഞ്ഞു, നീയും നിന്റെ പിതാവുമാണ് കുലദ്രോഹികൾ. ഇക്കാര്യത്തിൽ സംശയമേയില്ല. ശ്രീരാമദേവന്റെ അനുഗ്രഹത്താൽ രാക്ഷസ വംശത്തെ ഞാൻ രക്ഷിക്കും. ഇങ്ങനെ വിഭീഷണനും ഇന്ദ്രജിത്തും പരസ്പരം ഓരോന്ന് പറഞ്ഞു നിൽക്കുന്ന വേളയിൽ ലക്ഷ്മണൻ അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ലക്ഷ്മണന്റെ അസ്ത്രങ്ങളെ തടുത്തുകൊണ്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു, കുമാര, 2 ദിവസത്തെ എൻ്റെ പരാക്രമം നീ കണ്ടതല്ലേ? ഇല്ലെങ്കിൽ ഇന്ന് കണ്ടോളൂ. നിന്റെ ശരീരം ഞാനിന്ന് ജന്തുക്കൾക്ക് ആഹാരമാക്കുന്നുണ്ട്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് 7 ബാണങ്ങൾ കൊണ്ട് ലക്ഷ്മണന്റെ ശരീരം കീറി മുറിച്ചു. ഹനുമാന്റെ ശരീരത്തിൽ 10 ബാണങ്ങൾ തറപ്പിച്ചു. ഉടൻ തന്നെ വിഭീഷണന്റെ മേലും മേഘനാഥൻ 100 ശരങ്ങളെയ്തു. അനേകം വാനരന്മാർ മേഘനാഥ ബാണങ്ങളേറ്റ് ശരീരം മുറിഞ്ഞപ്പോൾ പിന്മാറി. ഉടൻ തന്നെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തുമായി മഴ പെയ്യുന്നത് പോലെ അസ്ത്രങ്ങൾ തൂക്കി. ഇന്ദ്രജിത്തും 1000 അസ്ത്രങ്ങൾ കൊണ്ട് സൗമിത്രയുടെ കവചം നുറുക്കിക്കളഞ്ഞു. രണ്ടുപേരും രക്തത്തിൽ കുളിച്ചു നിന്നു. ലക്ഷ്മണൻ 5 ശരങ്ങൾ കൊണ്ട് മേഘനാഥന്റെ വില്ല് മുറിച്ചു. തേരും നശിപ്പിച്ച് കുതിരകളെയും സാരഥിയെയും വധിച്ചു. ഉടനെ മേഘനാഥൻ മറ്റൊരു വില്ലെടുത്ത് അനേകം അസ്ത്രങ്ങൾ വർഷിച്ചു. 3 അമ്പുകൾ കൊണ്ട് ലക്ഷ്മണൻ അതിനെയും മുറിച്ചു. അന്നേരം ഒരു വലിയ വില്ലെടുത്ത് കുഴിയെ കുലച്ച് ബാണങ്ങൾ തൂകിയ ശേഷം ലങ്കയിലേക്ക് പോയ മേഘനാഥൻ പുതിയ തേരും തയ്യാറാക്കി തിരിച്ചു വന്നു.
മേഘനാഥൻ പോയതും വന്നതും ആരും അറിഞ്ഞില്ല. ഇത് കണ്ട് നാരദൻ മേഘനാഥനെ പ്രശംസിച്ചു. ഘോരമായ യുദ്ധം കണ്ട് ബ്രഹ്മാദി ദേവകൾ പറഞ്ഞു, ഇതുവരെ ഇങ്ങനെയുള്ളൊരു യുദ്ധം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇവരെ പോലെ വീരപുരുഷന്മാർ മറ്റാരെങ്കിലും ഉണ്ടോ? ഇപ്രകാരം പലരും പ്രശംസിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ മേഘനാഥനും ലക്ഷ്മണനും തമ്മിലുള്ള യുദ്ധം 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 4-ാം ദിവസം ലക്ഷ്മണൻ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് ഇന്ദ്രാസ്ത്രം മേഘനാഥൻ്റെ നേർക്ക് അയച്ചു. അത് അവൻ്റെ കഴുത്തും മുറിച്ച് സിന്ധൂതടത്തിൽ മുങ്ങി. ശുദ്ധനായി ലക്ഷ്മൺ രാവനാഴിയിൽ തിരിച്ചെത്തി. മേഘനാഥൻ്റെ ഉടൽ നിലം പതിച്ചതോടുകൂടി 3 ലോകങ്ങളിലും ദുഃഖം ഇല്ലാതായി. ദേവകൾ സന്തുഷ്ടരായി. അവർ ലക്ഷ്മണനെ സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ദേവേന്ദ്രൻ്റെ 1000 കണ്ണുകളും സന്തോഷം കൊണ്ട് തിളങ്ങി. താപസന്മാരും ആകാശസഞ്ചാരികളും സന്തുഷ്ടരായി ലക്ഷ്മണനെ സ്തുതിക്കാൻ തുടങ്ങി. ദേവകൾ പെരുമ്പറകൾ മുഴക്കി. ബ്രഹ്മാവ് ആനന്ദപരവശനായി. ലക്ഷ്മണൻ ഒരു ചെറു ഞാണൂലിയിട്ട് ശംഖും വിളിച്ച് സിംഹനാദവും പുറപ്പെടുവിച്ചുകൊണ്ട് വാനരന്മാരോടൊപ്പം ചെന്ന് ശ്രീരാമൻ്റെ പാദങ്ങളെ വണങ്ങി. ശ്രീരാമൻ ലക്ഷ്മണനെ ഗാഠമായി ആലിംഗനം ചെയ്ത് നെറുകയിൽ മുകർന്ന് ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു, നീ ചെയ്തത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഇന്ദ്രജിത്തിൻ്റെ മരണത്തോടുകൂടി രാവണനും മരിച്ചു എന്ന് കരുതിയാൽ മതി. പുത്രശോകത്താൽ ക്രുദ്ധനായി രാവണൻ നമ്മോട് യുദ്ധം ചെയ്യുന്നതിനായി ഉടനെ ഇവിടെ വന്നെത്തും. അടുത്ത നമുക്ക് രാവണ വിലാപമാണ് വായിക്കാനുള്ളത്. എന്നാണ് വായിക്കാം.